സൂര്യൻ പതിവിലും ചൂടിലാണെങ്കിലും അവധിക്കാലം ആസ്വദിക്കാതിരിക്കാൻ മലയാളികൾക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വേനലവധി ആസ്വാദനത്തിന്റെയും ഒപ്പം കരുതലിന്റെയും കാലമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഹൈറേഞ്ചിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചു. ഇതോടെ ചെങ്കുളമടക്കമുള്ള ബോട്ടിംഗ് സെന്ററുകളും കൂടുതൽ സജീവമായി. കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ ദിവസവും നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. വളരെ നന്നായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി, പിന്നെ അതേപോലെ തന്നെ ഒരു ഫാമിലി ബോട്ടിലും കയറിയിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. Boating experience was really good. I mean, we were looking for adventure in a very silent place. But yeah, we didn't expect that it would be this enjoyable. ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്ക് ശേഷം മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. എന്നാൽ വേനലവധിക്കാലം ബോട്ടിംഗ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മൂന്നാറിലേക്കെത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് നടത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ എന്നതും ഇവർക്ക് ആശ്വാസമാണ്. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.